വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് UDF തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ വേഗത്തിലുണ്ടായേക്കില്ല. പദ്ധതി നടത്തിപ്പിൽ ധാരണയായതിനാൽ സിലബസ് തയ്യാറാക്കലും സ്കൂൾ തെരഞ്ഞെടുപ്പും അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചാകും ഉപസമിതി ഇനി പഠിക്കുക. പദ്ധതി നടപ്പിലാക്കിയാലുള്ള ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും സമിതി പഠിക്കും. ഇതിനുശേഷം സമിതി റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തി തീരുമാനം മന്ത്രിസഭയിൽ വെക്കും. അതേസമയം UDF നീക്കത്തെ പൂർണ്ണമായും എതിർക്കുകയാണ് ഇടത് സംഘടനകൾ. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന് SFIയും AISFും അറിയിച്ചു. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിശദീകരണം വന്നതിന് ശേഷം നിലപാടിൽ മലക്കം മറിയുന്ന ഒരു രീതി നമ്മൾ കണ്ടു. എന്തായാലും PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ പഠനങ്ങൾ നടത്തുന്നു. പക്ഷേ എതിർപ്പ് ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇടത് സംഘടനകൾ. കീർത്തന റോഷ്നി, PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF നേതൃത്വം സർക്കാരിന് പച്ചക്കൊടി കാണിച്ചതോടെ അത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് എതിരെ രംഗത്ത് വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ UDF PM ശ്രീ പദ്ധതിക്കെതിരായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റുന്നത് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കേന്ദ്ര സർക്കാരിന് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള അവസരം വരും എന്ന വിമർശനമാണ് പ്രധാനമായും. പ്രത്യേകിച്ച് കരിക്കുലത്തിൽ ഇടപെടുന്നു, പാഠ്യപദ്ധതി രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അവിടെ ചരിത്രം മായ്ക്കപ്പെടും എന്നടക്കമുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ നടപ്പിലാക്കേണ്ടി വരിക, അതിൽ ചില കാര്യങ്ങൾ ഇളവ് വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനടക്കം ആലോചിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പാഠ്യപദ്ധതി തയ്യാറാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് സംസ്ഥാനത്തിന് നൽകണമെന്ന നിലപാടാണ് UDF. ഏതായാലും മന്ത്രിസഭാ ഉപസമിതി ഇത് സംബന്ധിച്ച് പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ശുപാർശയടക്കം മന്ത്രിസഭയ്ക്ക് നൽകുകയും അത് മന്ത്രിസഭയിൽ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നടപ്പിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും സംസ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാര്യങ്ങളടക്കം സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലടക്കമുള്ള വിശദമായ ചർച്ചകളുണ്ടാകും. ഏതായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായി. അത് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മുൻ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. ഇനി സാങ്കേതികപരമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന വാദമാണ്. അതേസമയം അതിനെ ശക്തമായി LDF എതിർക്കുന്നുമുണ്ട്. കാരണം പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്ന താല്പര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ താല്പര്യം അറിയിച്ച സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത് LDF നേതൃത്വം. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകി.